ഹായ്. LP, UP എക്സാം വരാറായി. ഈ സിലബസ് നമുക്ക് ലൈവായിട്ട് മികച്ച അധ്യാപകരോടൊപ്പം പഠിച്ച് അടുത്ത എക്സാം നമുക്ക് ക്ലിയർ ചെയ്താലും അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു പ്രപ്പ് സ്കെയിൽ. നമ്മൾ നോക്കുന്നു LP, UP ലൈവ് 365 ബാച്ച്. LP, UP എക്സാം നോട്ടിഫിക്കേഷൻ വരാറായി എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ പറഞ്ഞ LP, UP നോട്ടിഫിക്കേഷൻ 2026 നവംബർ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കേണ്ടത്. നവംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന 2027 എക്സാം നടക്കണം. 27 എക്സാം നടന്നാൽ നിങ്ങൾക്കറിയാം LP, UP അവസാനത്തെ റാങ്ക് ലിസ്റ്റ് വന്നത് 2025 അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിന്റെ 3 വർഷ കാലാവധി 28 അവസാനിക്കും. അപ്പോഴേക്കും 2028 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അങ്ങനെ 28 റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 26 നോട്ടിഫിക്കേഷൻ വന്ന 27 എക്സാം നടന്നെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവൂ. അപ്പോൾ ഈ LP, UP വിജ്ഞാപനം ഉടൻ വരുന്നു. ഈ വിജ്ഞാപനം നമുക്ക് ആ വിജ്ഞാപനത്തിന് മുമ്പ് തന്നെ നമ്മുടെ സിലബസ്, നമ്മുടെ പാഠഭാഗങ്ങൾ, നമുക്ക് വേണ്ട ഭാഗങ്ങൾ ഇത് പൂർണ്ണമായും നമുക്ക് പഠിക്കാൻ സാധിക്കണം. ഇതിനു വേണ്ടി നമ്മൾ ആരംഭിക്കുന്നു LP, UP 365 ലൈവ് ബാച്ച്. എന്താണ് 365 ലൈവ് ബാച്ച്? കൃത്യമായി പറയാം, മനസ്സിലാക്കുന്നു. ആദ്യം നമ്മൾ ഇതൊരു പൂർണ്ണമായിട്ടും ലൈവ് സെഷനുകളിലൂടെ ആയിരിക്കും ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ആപ്പിലൂടെ തന്നെ ലൈവ് ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മാസത്തെ പ്രയർ ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നു, ഒരു മാസത്തെ മന്ത്ലി ഷെഡ്യൂള് നിങ്ങൾക്ക് തരുന്നു. നിങ്ങളോട് പറയുന്നു ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ ഇതായിരിക്കും ക്ലാസ്, അല്ലെങ്കിൽ ഈ സമയത്തായിരിക്കും ക്ലാസ്. എന്നിട്ട് ക്ലാസ്സുകൾ ലൈവ് ആയിട്ടായിരിക്കും തരുന്നത്. നമ്മുടെ ആപ്പിലൂടെ ലൈവായിട്ട് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ മനസ്സിലാക്കുന്നു. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ക്ലാസ് ആയിരിക്കും ഇന്നേ ദിവസം ഉണ്ടായിരിക്കുക. ഇന്നത്തെ സമയം കൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ ആവറേജ് 2 മുതൽ 3 മണിക്കൂർ വരെ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരില്ല എന്ന് നമുക്കറിയാം. അടുത്ത ദിവസവും ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഓരോ ടോപ്പിക്കും നമുക്ക് തീർത്ത് വേണം പോകാൻ. അതായത് ഇന്നിപ്പോൾ ഇംഗ്ലീഷ് തന്നാൽ ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഓരോ ഭാഗവും പഠിച്ച് വ്യക്തമായി പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് തന്നാൽ ഇത് നമുക്ക് ഇന്ന് കൊണ്ടോ നാളെ കൊണ്ടോ ചിലപ്പോൾ 2-3 ദിവസം എടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ആ സമയം കൊണ്ട് ഈ ഭാഗം പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ലൈവ് ക്ലാസ്സുകൾ മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ ഈ ലൈവ് ക്ലാസ് നമ്മുടെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ പറഞ്ഞു, ഇത് മുൻകൂട്ടി നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് ആ ഷെഡ്യൂളിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ക്ലാസ് പോകുന്നത്. ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് PDF നോട്ടുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഭാഗം വ്യക്തമായി പഠിക്കാൻ PDF നോട്ടുകൾ ലഭിക്കും. അതോടൊപ്പം നമ്മുടെ SCERT 5 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങൾ ഇപ്പോഴേ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്കൊരു ബോണസ് ക്ലാസ് ആയിട്ട് നിങ്ങൾ കണക്കിലെടുക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളും ലഭ്യമാകും. അത് നമ്മുടെ റെക്കോർഡറായിട്ട് ലഭ്യമാവും. ഇനി നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇപ്പോൾ ഒരു ദിവസത്തെ ലൈവ് ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല, എന്ത് ചെയ്യും? കുഴപ്പമില്ല, അതിൻ്റെ റെക്കോർഡർ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും ലൈവ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ് ഈ ലൈവ് ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇന്ററാക്റ്റീവ് സെഷനുകൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓരോ ഭാഗവും പഠിച്ച് മുന്നേറാനുള്ള അവസരമാണ് പോകുന്നത്. അങ്ങനെ ഈ അവസരത്തിലൂടെ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഏകദേശം ഈ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ 2-3 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവണം. ഈ 2-3 മണിക്കൂർ എന്ന് പറയുമ്പോൾ സാധാരണ ദിവസങ്ങളിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വർക്ക് ചെയ്യുന്ന ആളുകളാവാം. അപ്പം നിങ്ങൾക്ക് സൗകര്യപ്രദമായി മോർണിംഗോ ഈവനിങ്ങോ ആയിരിക്കും ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക. ഇനി ഹോളിഡേയ്സിൽ അത് ഡേ ടൈമിലും ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യും. ഇങ്ങനെയായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇതിൽ ചെറിയ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൽ വരുന്നത്. ഇനി മനസ്സിലാക്കുക, ഓരോ ദിവസത്തെയും ലൈവ് ക്ലാസ് കഴിയുന്നു. ആ ലൈവ് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഡെയിലി എക്സാം ഡിസ്കഷൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ ഡെയിലി എക്സാമുകൾ എന്തുണ്ടായിരിക്കും? ഓരോ ദിവസത്തെ ക്ലാസ്സിന് ശേഷവും ഉണ്ടായിരിക്കും. അതിനെ നിങ്ങൾക്ക് വിലയിരുത്താനുള്ള അവസരവും കിട്ടും. അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ഒരു ഭാഗത്തെ കുറിച്ചിട്ടുള്ളത് പഠിച്ചു, എന്നിട്ട്
നിങ്ങൾക്ക് ആ ഭാഗവുമായി ബന്ധപ്പെട്ട എക്സാം ഉണ്ടായിരിക്കും. അതിൽ വരുന്ന സംശയങ്ങൾ അത് നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ബാച്ചിൻ്റെ അടുത്ത സവിശേഷത. അതോടൊപ്പം ഓരോ ദിവസത്തെയും ക്ലാസ്സിന് ശേഷം ഓരോ ടോപ്പിക്കിനും ശേഷം PYQവും SCERT വർക്കൗട്ടും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ക്ലാസ് നമ്മളൊരു 2 ദിവസം കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കുക. ആ 2 ദിവസം കൊണ്ട് തീർന്നതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രീവിയസ് ഇയർ, അതായത് ഈ എക്സാമുകളിൽ ഇതെങ്ങനെയെല്ലാം ചോദിച്ചിട്ടുണ്ടെന്ന് PYQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭ്യമാകും. അതോടൊപ്പം SCERT പാഠപുസ്തകത്തിലും ഈ പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവും. അതിനൊക്കെ ശേഷം ഞാൻ പറഞ്ഞു ഈ ഒരു എക്സാമും ഉണ്ടായിരിക്കും. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അത് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് ദൂരീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓവർകം ചെയ്തുകൊണ്ടായിരിക്കും ഈ ബാച്ച് മുന്നോട്ടേക്ക് പോവുക. ഇങ്ങനെയാണ് നമ്മുടെ ഈ ലൈവ് എക്സാം ബാച്ചിൻ്റെ ഒരു പാറ്റേൺ മുന്നോട്ടേക്ക് പോകുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു അത് ഓരോ ടോപ്പിക്ക് തീരുന്നതിനനുസരിച്ചായിരിക്കും ലൈവ് ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. അങ്ങനെ ഇത് മുന്നോട്ടേക്ക് പോകും. ഇതിനൊപ്പം ഈ ഡെയിലി എക്സാമുകൾ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം വീക്ക്ലി റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും. മന്ത്ലി ഇവാലുവേഷൻസും അതുപോലെ 30 മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് ലഭ്യമാവും. LP UPയുടെ 30 മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ആലോചിച്ചോളണം. 30x100 3000 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മോഡലായിട്ട് തന്നെ 3000 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിനും പുറമെയാണ് വീക്ക്ലി എക്സാംസും ഡെയിലി എക്സാംസും ഒക്കെ വരുന്നത്. അപ്പോൾ എത്രത്തോളം ചോദ്യങ്ങൾ, അത് മാറിയ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പരിചയപ്പെടുന്നത് എന്നുകൂടി ആലോചിക്കുക. ഇങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഇനി ഓർക്കുക, നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ 8 മാസം കൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആവറേജ് 2 to 3 hours ഒരു ദിവസം നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കണം. അപ്പോൾ പറഞ്ഞു ഞാൻ, ഇത് ചിലപ്പോൾ നമുക്ക് എക്സാം അടുപ്പിച്ച സമയത്തേക്ക് ചിലപ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങളൊക്കെ വരാം, ചിലപ്പോൾ കുറച്ച് കൂടുതലൊക്കെ ആക്കേണ്ടി വരാം. അപ്പോൾ 8 മാസം കൊണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു സിലബസ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുക. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിന് എക്സാം വരെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. അതുവരെ നിങ്ങൾക്ക് നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളും മറ്റേ SCERT ക്ലാസ്സുകളും അതിലുള്ള പ്രീവിയസ് എക്സാമുകളും മോഡൽ എക്സാമുകളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്കൊരു ബോണസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നിങ്ങളെ ആ ഒരു ട്രെൻഡിൽ തന്നെ, ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് തുടരാനും സാധിക്കും. അപ്പോൾ 8 മാസം കൊണ്ട് ഏകദേശം നമുക്ക് ഈ സിലബസ് കവർ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ഈ ബാച്ച് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് LP UPയുടെ കണ്ടന്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുന്ന കാര്യം കൂടി ഫ്രീ ആയിട്ട് ലഭിക്കും. നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ തന്നെയുള്ള LP UPയുടെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ബാങ്ക്, അതുപോലെ SCERT ക്ലാസ് 5 to 10 ഉള്ള അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, NCERT ക്വസ്റ്റ്യൻ ബാങ്ക്, ഇത്രയും കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ബാച്ചിൽ തന്നെ ലഭ്യമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗവും നിങ്ങളുടെ എക്സാമിനെ അത്രയും സഹായിക്കും. ഏകദേശം 5000-ലധികം ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്ന ക്വസ്റ്റ്യൻ ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു ഫെസിലിറ്റി കൂടി നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് എന്നോർക്കുക. അപ്പോൾ ഈ LP UP സിലബസ് നിങ്ങളുടെ അധ്യാപകരോടൊപ്പം, ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം അവരുമായി ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരവസരമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഈ ബാച്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റൂ. നിങ്ങൾക്കറിയാം, സ്വാഭാവികമായിട്ട് ഇതൊരു ഇൻട്രാക്റ്റീവ് ക്ലാസ്സിലൂടെ മുന്നേറുമ്പോൾ കൂടുതൽ ആളുകളെ നമുക്ക് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും മിനിമം ആളുകളെയാണ് നമുക്ക് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബാച്ച് ആരംഭിക്കുന്നത് മെയ് 15-ലാണ് ഈ ബാച്ച് ആരംഭിക്കുന്നത്. ഈ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവും, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുണ്ടാവും. അപ്പോൾ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇനി ഈ ബാച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, നമ്മൾ PSC പ്രത്യേകിച്ച് അധ്യാപക പരീക്ഷകളിൽ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റ് ഉള്ള പ്രെപ് സ്കെയിൽ ആപ്പ് 2500-ലധികം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ സാധിച്ച ആപ്പാണ്. നമുക്ക് 2022 വന്ന LP UPയിൽ 720-ലധികം റാങ്ക് ജേതാക്കളെയും 25 വന്ന LP UPയിൽ 1400-ലധികം റാങ്ക് ജേതാക്കളെയും HSTയിൽ 200-ലധികം റാങ്ക് ജേതാക്കളെയും നമ്മളോടൊപ്പം ഉണ്ട്. ഇതിൽ തന്നെ മുൻനിര, അതായത് 1ാം റാങ്കുകൾ ഉൾക്കൊള്ളുന്ന റാങ്ക് ലിസ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഈ ഒരു 1ാം റാങ്കുകാരെ മാത്രമാണ് ഞാൻ ഈ
ഇതിൽ കാണിക്കുന്നത്. ഇത്രയും ഒന്നാം റാങ്കുകാർ നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമായ പ്രെപ് സ്കെയിലിലെ ലൈവ് 365 ബാച്ചിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ LPUP 365 ലൈവ് ബാച്ച് ഞാൻ പറഞ്ഞു ആരംഭിക്കുന്നത് മെയ് 15-നാണ് ആരംഭിക്കുന്നത്. 7800 രൂപയാണ് യഥാർത്ഥ ഫീസ്. പക്ഷേ ഇപ്പോൾ ലോഞ്ചിങ് ഓഫറാണ്. 5400 രൂപയാണ് ഇപ്പോഴത്തെ ലോഞ്ചിങ് ഓഫർ. ഇത് നിങ്ങൾക്ക് 2 ഈസി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഫീ അടയ്ക്കാനുള്ള സൗകര്യവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ലൈവ് ബാച്ച്. ലൈവായിട്ടാണ് ക്ലാസ്സുകൾ മുന്നോട്ട് നോക്കി പോകുന്നത്. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാം. നിങ്ങൾക്ക് ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും മികച്ച റാങ്ക് ലിസ്റ്റിലെത്തി ഏറ്റവും പെട്ടെന്ന് സർക്കാർ ജോലിയിലേക്ക് കയറാനുള്ള ഒരവസരമാണ് ഇതിലൂടെ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും മികച്ച അധ്യാപകരുടെ കൂടെ ഇരുന്ന് നിങ്ങളും ഏറ്റവും മികച്ച അധ്യാപകരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.